والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم والشمس تجري സൂര്യൻ സഞ്ചരിക്കുന്നു, സൂര്യൻ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. വൈജ്ഞാനിക ലോകത്തെ ആകെ വെല്ലുവിളിച്ചുകൊണ്ട് സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ച കാര്യം അതിന്റെ യാഥാർത്ഥ്യം ഖുർആൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. ഭൂമി തിരിയുന്നു, ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാദമാണ് നമ്മുടെ കുട്ടികൾ സാധാരണയായി സ്കൂളിൽ പഠിക്കുന്നു. പക്ഷേ യഥാർത്ഥം അങ്ങനെയല്ല. ഭൂമി തിരിയൂല. ഭൂമി തിരിഞ്ഞാൽ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഒരു ഏകദേശം 6.2 അഥവാ അതിനേക്കാൾ ഒരു കുറച്ചും കൂടുതൽ ഭൂമി കുലുങ്ങിയാൽ പിന്നെ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും, പ്രകമ്പനമുണ്ടാകും, കെട്ടിടങ്ങളും ബിൽഡിങ്ങുകളും തകരും, ഭൂമിയുടെ അടിഭാഗത്ത് വസ്തുക്കൾ മേപ്പോട്ട് വരും. അപ്പോ ഭൂമിയുടെ ഡെയിലി ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓരോ സെക്കൻഡും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഭൂമി തിരിയുന്നില്ല, ഭൂമി ചുറ്റുന്നില്ല, ഭൂമി കറങ്ങുന്നില്ല. യഥാർത്ഥത്തിൽ എന്താണ് സഞ്ചരിക്കുന്നത്? യഥാർത്ഥത്തിൽ എന്താണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്? അള്ളാഹു പറയുന്നു തജ്രി, സൂര്യനാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, സൂര്യനാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യനിക്ക് ഒരു നിശ്ചിതമായ ഭ്രമണപഥമുണ്ട്, ഒരു നിശ്ചിതമായ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തേക്ക് സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, പ്രതാപശാലിയായ സർവശക്തനായ എല്ലാ കഴിവുള്ള എല്ലാം അറിയുന്ന അല്ലാഹുവിന്റെ നിശ്ചയമാണിത്. നാം മനസ്സിലാക്കുക, നമുക്കറിയാം, നിങ്ങൾ മനസ്സിലാക്കുക. സൂര്യൻ ഇന്ന് ഏകദേശം 6:45 ഇവിടെ ഉദിച്ചു എന്ന് വെച്ചോളൂ. ആ സൂര്യൻ വൈകുന്നേരം 6:45 അഥവാ 6:50 ആ സൂര്യൻ അസ്തമിക്കും. അസ്തമിച്ചാൽ സൂര്യൻ എങ്ങോട്ടാണ് പോകുന്നത്? നാളെ രാവിലെ വരെ സൂര്യനിക്ക് പണി എന്താണ്? അല്ലെങ്കിൽ ഈ സമയത്ത് സൂര്യൻ എന്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്? സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ ഈ കാര്യത്തിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിശുദ്ധ ഇസ്ലാം അല്ലാതെ ഒരു മതത്തിലും പരിഹാരമോ അല്ലെങ്കിൽ ഈ ഇത്തരം ഒരു ചോദ്യത്തിന് ആൻസറോ അല്ലാഹുവിന്റെ മതമായ ഇസ്ലാമിലല്ലാതെ കാണാൻ പറ്റൂല. ബഹുമാനപ്പെട്ട സഹാബിയായ അബൂദർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു ദിവസം ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ മദീന പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയം എന്നെയും വിളിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. അതൊരു മഗ്രിബിന്റെ സമയമായിരുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയുണ്ടായി, യാ അബൂദർ, ഓ അബൂദർറെ, അതദരി ഐന തഗ്റൂബു ശംസു, സൂര്യൻ എവിടെയാണ് അസ്തമിക്കുന്നത്? സൂര്യൻ അസ്തമിച്ചതിന്റെ ശേഷം എന്താ അതിന്റെ കാര്യം നിനക്കറിയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, അല്ലാഹു റസൂലു അലം, ഈ കാര്യം വളരെ വ്യക്തമായി അറിയുന്നവൻ അല്ലാഹു അവന്റെ പ്രവാചകനുമാണ് നബിയെ, എനിക്കറിയില്ല, ഞാൻ എങ്ങനെ അറിയും? ആ സമയമാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഫഇന്നഹാ തദ്ഹബു ഹത്താ തസ്ജുദ തഹ്തൽ അർശി വദാലിക ഖൗലു ശംസ് തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ സൂര്യൻ ഫഇന്നഹാ തദ്ഹബു, അത് പോവുകയാണ്, ഹത്താ തസ്ജുദ തഹ്തൽ അർശി, അല്ലാഹുവിന്റെ അർശിന്റെ തോട്ടെ അത് പോയി അല്ലാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൂര്യൻ പോയാൽ പിന്നെ ചെയ്യുന്ന പണി പടച്ച റബ്ബിനിക്ക് സുജൂദ് ചെയ്യലാണ്. ലോകത്തെ ഏറ്റവും വലിയ ഇന്ന് നാം കാണുന്ന ഗോളാദിഗോളങ്ങളിൽ ഏറ്റവും വലിയ ഗോളമാണ് സൂര്യൻ. സൂര്യനെ വെല്ലുന്ന ഒരു ഗോളം, അതാ ഗോളത്തിന്റെ ചരിത്രത്തിൽ അത്രയും വലിയ ഗോളമാകുന്ന സൂര്യൻ പോലും അല്ലാഹുവിനിക്ക് സുജൂദ് ചെയ്യുകയാണ്, അല്ലാഹുവിനെ അതാ സാഷ്ടാംഗം ചെയ്യുകയാണ്. സഹോദരന്മാരെ, അതാ ഖുർആൻ പറഞ്ഞു, എല്ലാ വസ്തുക്കളും പരിശുദ്ധ ഖുർആൻ പറയുന്ന അല്ലാഹുവിനെ സുജൂദ് ചെയ്യുകയാണ്. എന്നാൽ എല്ലാ വസ്തുക്കളിലും നാം കാണുന്ന ഏറ്റവും വലിയ വസ്തു എന്താണ്? സൂര്യനാണ്. അല്ലാഹുവിന്റെ റസൂലതാ ഉപമിച്ചത് സൂര്യനോടാണ്. നാം മനസ്സിലാക്കണം, വഇന്നഹു ശംസു ഖമറിൻ ഹും കവാകിബുഹാ യുദ്ഹിറുന അൻവാറുഹാ ലിന്നാസി
അല്ലാഹുവിന്റെ റസൂലിനെ കവികൾ മഹാന്മാർ ഉപമിച്ചത് സൂര്യനോടാണ്. കാരണം സൂര്യനേക്കാൾ ഉപമിക്കാൻ പറ്റിയ വേറൊന്നുമില്ല. അപ്പൊ ഇത് പറയുമ്പോൾ ചില ആൾക്കാർ പറയും സൂര്യനാണോ റസൂലിനേക്കാൾ വലുത് സൂര്യൻ എന്നല്ല. അല്ലാഹുവിന്റെ റസൂലിലേക്ക് നോക്കുമ്പോൾ സൂര്യൻ ചെറുതാണ്. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? സൂര്യനോട് ഉപമിച്ചു. അത് ഇവിടെ ഇന്ന് കാണുന്ന നമുക്ക് കാണിച്ചു തരാൻ പറ്റിയ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലുത് സൂര്യൻ മാത്രമാണ്. അപ്പൊ നിങ്ങൾ നോക്കി, നമ്മളിപ്പോ ഒരു വലിയൊരാളെ പറ്റി പറയാം. അപ്പോ നമ്മളെ കൂട്ടത്തിൽ അയാളെ പറ്റി ഞാൻ പറയുമ്പോൾ ഒരു വലിയൊരു സാധനം അതിനെ പറ്റി പറയുമ്പോ നാം എന്താ ഉപമിക്കേണ്ടത്? അതിനൊരു സാമ്പിൾ പറയുമ്പോ നമ്മുടെ ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ വസ്തുവല്ലേ നാം പറയേണ്ടു. ഉദാഹരണത്തിന് നാം കാണുന്ന ഒരു ഉദാഹരണത്തിന് വേൾഡ് ട്രേഡ് സെന്റർ അത് തകർക്കപ്പെട്ടു പോയി. അത് എങ്ങനെയുള്ളതാണെന്ന് ചോദിച്ചാൽ അതിവിടെ പറയാൻ അങ്ങനെയുള്ള ബിൽഡിംഗ് ഇല്ല, വേറൊരു കട്ടിടയില്ല. എന്നാൽ അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? മംഗലാപുരത്തുള്ള ഏറ്റവും വലിയ ഏതെങ്കിലും ഒരു നാം കണ്ട ഏതെങ്കിലും ഒരു വലിയ കെട്ടിടം എടുത്ത് പറയും അതുപോലെ എന്ന് പറയും. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അല്ല, അതിനേക്കാൾ എത്രയോ വലുതാണ്. പക്ഷെ നാം കാണുന്നത് ഇതാണ്. അതുകൊണ്ടാ പറഞ്ഞത്. എന്ന പോലെ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും വലിയ ആളാണ്. സൂര്യനെ പോലെയല്ല, അതിനേക്കാൾ എത്രയോ ഹൈയാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിനെ ഉപമിക്കാൻ പറ്റിയത് സൂര്യൻ മാത്രമാണ് ഇവിടെ ഉള്ളത്. ബാറ്റൊക്കെ ചെറുതാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കട്ടെ സഹോദരന്മാരെ, അപ്പൊ സൂര്യനെയാണ് അല്ലാഹുവിന്റെ റസൂലിനോട് ഉപമിച്ചത്. അപ്പൊ ഈ സൂര്യൻ പോലും അല്ലാഹുവിനെ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയാൽ അതിന്റെ പണി മിണ്ടാതെ കടന്നുറങ്ങലല്ല, റെസ്റ്റ് എടുക്കലല്ല, റെസ്റ്റ് എടുക്കുകയല്ല. പിന്നെയോ പടച്ച റബ്ബിനിക്ക് വേണ്ടി സുജൂദ് ചെയ്യുന്നു. ദിവസത്തിന്റെ ഒരു ദിവസത്തിൽ 17 റക്അത്ത് 34 വട്ടം സുജൂദ് ചെയ്യാൻ മാത്രം മടിക്കുന്ന മനുഷ്യ, നാം ചിന്തിക്കണം അല്ലാഹുവിന്റെ സൂര്യൻ പോലും സുജൂദ് ചെയ്യുകയാണ്. എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെ പേടിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, സൂര്യൻ അവിടെ പോയാൽ അല്ലാഹുവിനെ സുജൂദ് ചെയ്യുകയാണ്. എന്നിട്ടോ അല്ലാഹു തആല പറയുന്നു വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ റുജൂൽ ഖദീം.